നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഈ ആഴ്ചത്തെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ യുഎസിൽ നിന്നും പ്രധാനപ്പെട്ട കമ്പനിയായ അസെഞ്ചറിന്റെ ഭാഗത്തു നിന്നും സീനിയർ സ്റ്റാഫുകൾക്ക് പുതിയൊരു മെസ്സേജ് നൽകുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ഓട്ടോ, ഫിനാൻഷ്യൽ, IT, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിങ്ങിനെ തുടർന്ന് 1.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല, തുടർച്ചയായ 2 ട്രേഡിംഗ് സെഷനിലെ ബൈയിങ്ങിന് ശേഷം ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 880.49 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും പതിവിന് വിപരീതമായിട്ട് 596.28 കോടി രൂപയ്ക്ക് സെല്ലിംഗും നടത്തുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം 25,400 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,500, 25,600 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റി 25,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 25,300, 25,200 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ ഈ ലെവലുകളും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. മുതിർന്ന ജീവനക്കാർക്കായിട്ട് അസെഞ്ചറിന്റെ ഭാഗത്തു നിന്നും AI ഉപയോഗിക്കുക അല്ലെങ്കിൽ നഷ്ടസാധ്യത നേരിടുക എന്നുള്ള ഒരു മെസ്സേജ് മുതിർന്ന ജീവനക്കാർക്കായിട്ട് നൽകുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇന്ത്യ വിക്സ് 13% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന രീതിയിൽ വരും വരായികകൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ നടന്നില്ലെങ്കിൽ അത് ഭാഗ്യമെന്ന് നമുക്ക് വിചാരിക്കാം. ഒരുപക്ഷെ ഈ വീക്കെൻഡില് US ഇറാനെതിരെ ആക്രമണം നടത്തിയേക്കാമെന്നും തിരിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള റിപ്പോർട്ട്സുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ ഈ വീക്കെൻഡില് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം എന്തെങ്കിലും നടപടികൾ ഈ 2 രാജ്യങ്ങളും തമ്മിൽ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഒരുപക്ഷെ ഹ്യൂജ് രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്നലെ ADR സ്റ്റോക്സുകൾക്കും അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇൻഫോസിസ് ADRന് 3.5%-അടുത്തും വിപ്രോയ്ക്ക് 2.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക്, HDFC ADRകൾക്ക് 2%-അടുത്തും ICICI ബാങ്ക് ADRന് 1.5%-ലേറെയും ഡോക്ടർ റെഡ്ഡീസിന് 0.5%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാഗ്നല്ലി ഭാരത് എഞ്ചിനീയറിംഗ് കമ്പനി, ബെനാറ ബിയറിംഗ് ആൻഡ് പിസ്റ്റൺസ്, RRP ഡിഫൻസ്, SRU സ്റ്റീൽ തുടങ്ങി 4ഓളം കമ്പനികൾ ഇന്നവയുടെ Q3 ഏർണിംഗ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇന്ന് രാവിലെ 10:30 ഇന്ത്യയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ HSBC കോമ്പോസിറ്റ് മാനുഫാക്ചറിംഗ് സർവീസ് PMIകളുടെ ഫ്ലാഷ് ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് വൈകുന്നേരം 5 ഫെബ്രുവരി ആദ്യവാരത്തെ ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റിന്റെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെയും ഡാറ്റകളുടെ റിലീസുമുണ്ട്. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. രാവിലെ 5 ജപ്പാനിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 UK നിന്നും ജനുവരി മാസത്തെ തന്നെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. പിന്നീട് 2 ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ HCOB മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. പിന്നീട് 3 UKയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയുടെയും അതേസമയം തന്നെ ഫെബ്രുവരി മാസത്തെ S&P ഗ്ലോബൽ സർവീസ് PMI ഫ്ലാഷ് ഡാറ്റയുടെയും റിലീസുകളുണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്ത്യൻ സമയം വൈകുന്നേരം 7 US നിന്നും Q4 GDP ഗ്രോത്ത് റേറ്റിന്റെയും ഡിസംബർ മാസത്തെ പേഴ്സണൽ ഇൻകം മന്ത് ഓൺ മന്ത്, പേഴ്സണൽ സ്പെൻഡിംഗ് മന്ത് ഓൺ മന്ത്, കൂടാതെ ഡിസംബർ മാസത്തെ തന്നെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്നലെ US മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. S&P 500ന് 0.28%-ന്റെയും നാസ്ഡാക്കിന് 0.36%-ന്റെയും നഷ്ടം നേരിടുകയുണ്ടായി. എങ്കിലും നിലവിൽ US
ഇൻഡെക്സിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 41 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1%-നടുത്തും നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നെഗറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെ നഷ്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചപ്പോൾ കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിലുള്ള ഉയർച്ച തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ബ്രന്റ് ക്രൂഡിന്റെ വില $71.68 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $66.47 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില 5000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് $5003.11 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.56 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് മാറുകയുണ്ടായി. മാക്സ് പെയിൻ 25,600 എന്ന ലെവലിലും ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും തുടർച്ചയായി അവസാനം 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് കൈവരിക്കുവാൻ സാധിച്ച ഗ്രീൻ ക്യാൻഡിലുകളെ വിഴുങ്ങിക്കൊണ്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ ഇന്നലെ സിംഗിൾ ഡേ കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾ മാത്രമല്ല 100-ഡേ EMA ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും 200-ഡേ EMAക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 45.60 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. 25,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.88 എന്ന നിലയിലും മാക്സ് പെയിൻ 60,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് അവസാന 2 ട്രേഡിംഗ് സെഷനുകളിലെ ഗ്രീൻ ക്യാൻഡിലുകളെ വിഴുങ്ങിക്കൊണ്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നതും. കൂടാതെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾ മാത്രമല്ല നിഫ്റ്റിയുടേതുപോലെ തന്നെ 100-ഡേ EMAയും ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്കും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-ഡേ EMA ഇൻട്രാഡേ ബേസിസിൽ ടെസ്റ്റ് ചെയ്തെങ്കിൽ കൂടിയിട്ടും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 55.53 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 61,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 60,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ABB ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 18.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 5.7% വർധനവും രേഖപ്പെടുത്തി. CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ പ്രോഫിറ്റിൽ 10.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 13.4% വർധനവും രേഖപ്പെടുത്തി. നോവർട്ടീസ് ഇന്ത്യ ഇന്ത്യയിലെ ഉപസ്ഥാപനമായ നോവർട്ടീസ് ഇന്ത്യയിലെ 70.68% ഓഹരികൾ വേവ്റൈസ് ഇൻവെസ്റ്റ്മെന്റിന് വിൽക്കുന്നതിനായിട്ടുള്ള കരാറിൽ പ്രൊമോട്ടറായ നോവർട്ടീസ് AG ഏർപ്പെടുകയുണ്ടായി. GHV ഇൻഫ്രാ പ്രോജക്ട്സ് എൻമാസ് EPC പവർ പ്രോജക്റ്റുകളിൽ നിന്ന് ഏകദേശം 123 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വാരി എനർജീസ് ഏകദേശം 8,000 കോടി രൂപയുടെ അധിക മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് നിർമ്മാണ സൗകര്യം സ്ഥാപിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സർക്കാരുമായും മറ്റ് ചില സംസ്ഥാന സർക്കാരുകളുമായി കമ്പനി ചർച്ച നടത്തി വരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്ത്യയുടെ അടുത്ത തലമുറ റോളിംഗ് സ്റ്റോക്ക് പവർ ഹൗസ് നിർമ്മിക്കുന്നതിനും ആഗോള റെയിൽ EPC ഫുട്പ്രിന്റുകൾ വികസിപ്പിക്കുന്നതിനുമായി കമ്പനി റെയിൽ വികാസ് നിഗവുമായി ഒരു സംയുക്ത സംരംഭ ഓഹരി ഉടമകളുടെ കരാറിൽ ഒപ്പുവെച്ചു. പേസ് ഡിജിടെക് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 89 കോടി രൂപയുടെ അഡ്വാൻസ് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റെയിൽവേ സിഗ്നലിംഗ് പദ്ധതിക്കായി 35.54 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. കരൂർ വസ്യ ബാങ്ക് ഫെബ്രുവരി
2022 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ബാങ്കിന്റെ 1 വർഷവും 6 മാസവും കാലാവധിയുള്ള MCLR അതായത് ഫണ്ട്സ് അധിഷ്ഠിത വായ്പാ നിരക്കുകളുടെ മാർജിൻ കോസ്റ്റ് 9.20% നിന്ന് 9.10% പരിഷ്കരിച്ചു. എക്സാക്ടോ ടെക്നോളജീസ് കമ്പനിക്ക് 0.24 മില്യൺ US$ കയറ്റുമതി ഓർഡർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.